യെസ് ജസീന മിസ്സാണ്. എടാ മക്കളെ, നമുക്കൊരു ബർത്ത്ഡേ കാർഡ് എഴുതാൻ പഠിച്ചാലോ? നിങ്ങൾക്ക് നാളെ ബർത്ത്ഡേ കാർഡ് എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, നമുക്കൊരു ബർത്ത്ഡേ കാർഡ് പഠിക്കാം അല്ലേ? അപ്പൊ നോക്കിക്കേ, യെസ്. അപ്പൊ ബർത്ത്ഡേ കാർഡ് നമ്മൾ എപ്പോഴല്ലേ ഒരു ആരുടെ ബർത്ത്ഡേക്ക് ആയാലും നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ആൾക്ക് നമ്മൾ എന്ത് ചെയ്യും, ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കും അല്ലേ? യെസ്. അപ്പൊ നമുക്ക് നോക്കാം. നോക്കിക്കേ, ജന്മദിൻ की हार्दिक शुभकामनाएं, ഇത് മെനി മെനി ഹാപ്പി റിട്ടേൺ ഓഫ് ദി ഡേ പറയില്ലേ, ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറയില്ലേ? യെസ്, അതാണ് സംഭവം. ഓക്കെ, നോക്കിക്കേ, പിന്നെന്താണ്, ഹർ ലംഹ ആപ്കെ ഹോണ്ടേ पर मुस्कान रहे हर 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 गम से आप अनजान रहे. എന്താ പറഞ്ഞിരിക്കുന്നത്? ഹർ ലംഹ ആപ്കെ ഹോണ്ടേ पर मुस्कान रहे അല്ലേ? എപ്പോഴും എന്തുണ്ടായിരിക്കട്ടെ, നിന്റെ ചുണ്ടിൽ എപ്പോഴും പുഞ്ചിരി ഉണ്ടാവട്ടെ. അതുപോലെ ഹർ ഹർ ഗം സേ ആപ്പ് അൻജാൻ രഹേ അല്ലേ? വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്, അതൊക്കെ നിനക്ക് പുഞ്ചിരിയോട് കൂടി നേരിടാം അല്ലേ? നിനക്ക് എന്താണ്, എപ്പോഴും ഹാപ്പി ആവട്ടെ, വിഷമങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നേരിടാൻ നിനക്ക് പറ്റട്ടെ എന്നാണ് പറയുന്നത്, എന്നാണ് നമ്മൾ വിഷ് ചെയ്യുന്നത്. അപ്പൊ ഈ ബർത്ത്ഡേ കാർഡ് പഠിച്ചോ, നമുക്ക് നാളെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് എഴുതാം. യെസ്. അപ്പൊ ഇതെന്തായാലും പഠിക്കണം മക്കളെ. അപ്പൊ ഇതുപോലത്തെ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.